ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യ ദേശനിവാസികളും പ്രബുദ്ധരായ ദേശനിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് എന്നെ വീണ്ടെടുത്തവനും എൻ്റെ രക്ഷകനുമായ സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് നൽകപ്പെട്ടു തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രാരംഭത്തിൽ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ ദൈവദാസൻ പറയുകയുണ്ടായി, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സ്തോത്രം ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേര് സാജു ശശിധരൻ എന്നാണ്. കഴിഞ്ഞ ഏതാണ്ട് 33 വർഷക്കാലം വരെയും ഞാൻ കരുതിയിരുന്നതും ഞാൻ ആരാധിച്ചതും ഞാൻ ആശ്രയിച്ചതുമായിരുന്ന മറ്റ് ദൈവങ്ങൾക്കൊന്നും എന്നെ രക്ഷിപ്പാൻ, എൻ്റെ ജീവിതത്തെ രക്ഷിപ്പാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ രക്ഷിച്ച, എൻ്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ സർവശക്തനായ ഒരു ദൈവം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിളംബരം ചെയ്യുവാനാണ് ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് ഞാൻ ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ആഴമായി ഇറങ്ങി പറഞ്ഞാൽ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ സ്തോത്രം, ലോകപ്രശസ്തവനായിരുന്ന, ലോകത്തിന്റെ പ്രശസ്തി പ്രാപിച്ചിരുന്ന സംഗീത സംവിധായകനായിരിക്കുന്ന രവീന്ദ്രൻ മാഷെന്ന് ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്ന് പലർക്കും അവരുടെ ഉറക്കത്തിന്, അവരുടെ സമാധാനത്തിനൊക്കെ അവരെ ഒത്തിരി ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കൊളുത്തൂപ്പുഴ രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ. അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ ശശിധരൻ എന്ന് പറയുന്ന ആ സഹോദരന്റെ ഏക മകനാണ് ഞാൻ. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, അസ്വസ്ഥമായിരുന്ന ജീവിത രീതികളിൽ നിന്നും ഈ സന്തോഷത്തെയും സമാധാനത്തെയും കണ്ടെത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എന്നെ സ്നേഹിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നിന്ന് പ്രസ്താവിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രാരംഭമായി നിങ്ങളോട് പറയാം. എന്നെ കേൾക്കുന്ന പ്രബുദ്ധരായ ഈ ദേശവാസികളോട് പറയാം, ഇതൊരു മതത്തിന്റെയോ ഒരു സ്തോത്രം ഒരു ജാതിയുടെയോ മറ്റൊന്നിന്റെയോ ഒരു പ്രസ്താവനയല്ല, മറിച്ച് ഇത് നാം സത്യത്തെ തിരിച്ചറിയുന്ന, യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിലാക്കുന്ന ഒരു സന്ദേശം മാത്രമാണ്. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യപാനത്തിന്റെയും മറ്റു വിധമാകുന്ന വരിക്കൂത്തുകളുടെയും ജീവിത ശൈലിയിൽ ജീവിച്ചിരുന്ന എന്നെ ഈ സ്നേഹം തേടി വന്നതുകൊണ്ട് എന്റെ കുടുംബത്തിന് സമാധാനമുണ്ടായി, എന്റെ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടായി, എന്റെ കുടുംബത്തിന് ഹല്ലേലൂയ സന്തോഷം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ കരുതിയിരുന്നത് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ മാത്രം ദൈവം എന്നാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ദൈവം എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ യാഥാർത്ഥ്യബോധം എന്നിൽ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു ക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തു ഒരു ജാതിയുടെ, ഒരു മതത്തിന്റെയോ അവകാശ വ്യക്തിത്വമല്ല. ഈ ലോകത്തെ സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നൊരുവനാണ് സ്തോത്രം യേശു ക്രിസ്തു എന്ന് പറയുന്നത്. സ്തോത്രം. അതൊരു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമാണെന്ന് നാം മനസ്സിലാക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്ത് ജനിക്കപ്പെട്ട ഹല്ലേലൂയ സകല വ്യക്തികൾക്കും ഹല്ലേലൂയ രക്ഷകനായ ഒരുവനുണ്ടെങ്കിൽ അവന്റെ പേരാണ്, അവന്റെ നാമമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആ യേശുവിനെ അറിയുവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ആ ഭാഗ്യ പദവി ലഭിപ്പാൻ സ്വർഗ്ഗമിടയാക്കി. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ ചിന്ത തോന്നാം, ഞാൻ പ്രസ്താവിക്കുന്നത് യേശു എന്ന ക്രിസ്ത്യൻ ജാതിയെ കുറിച്ച് മാത്രമാണെന്ന്. മറിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഈ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ വേദപുസ്തകത്തിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഏകനാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. സ്തോത്രം. ഈ നാമത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ് ഇന്ന് നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. എന്നോടൊപ്പം ആയിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ ഷിഹാബുദ്ദീൻ പുനലൂർ, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ഈ ക്രിസ്തുവിനെ ഉയർത്തുവാനും ദേശാന്തരങ്ങളിൽ കടന്നു എന്ന് ഈ യാഥാർത്ഥ്യത്തെ വിളംബരം ചെയ്യുവാനും തക്കവണ്ണം അദ്ദേഹത്തെ സ്തോത്രം സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ഈ യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിലാക്കി കൊടുത്ത ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം സത്യത്തെയാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ വിളംബരം ചെയ്യുന്നത്. പ്രിയരെ, സ്തോത്രം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഈ നിമിഷം
നിമിഷം അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ഞാൻ വ്യക്തമായി നിങ്ങളോടൊന്ന് പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല പ്രിയരെ. രക്ഷിക്കപ്പെടുവാൻ അല്ലെ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ദേശത്തുള്ള ദേശനിവാസികളോട് അല്ലെങ്കിൽ വളരെ വ്യക്തവും ശക്തവുമായി ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ഒരു വ്യക്തിയുടെ ദൈവമല്ല, ഒരു മതത്തിന്റെ ദൈവമല്ല, ഒരു ജാതിയുടെ ദൈവമല്ല. സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ഒരുവൻ. സ്തോത്രം. അതെന്റെ പാപത്തിന് എന്റെ ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പാപത്തിന്, നിങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തിയ നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാനാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. എനിക്ക് ശേഷമായി വളരെ വ്യക്തമായി ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട് ഇന്നും ദേശാന്തരങ്ങളിൽ കടന്നു എന്ന് കർത്താവിനെ ഉയർത്തുന്ന ശിഹാബുദ്ദീൻ പുനലൂർ ദേവദാസൻ നിങ്ങളോട് ശക്തമായി ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഒരു അനുഭവ സാക്ഷ്യം പ്രിയ സഹോദരൻ സജു ശശിധരനിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. അദ്ദേഹം ഒരു ഹൈന്ദവ മാർഗത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹം ആ വ്യക്തിയെ തേടി ചെന്നപ്പോൾ ഒരു ക്രിസ്തു ഭക്തനായി, ക്രിസ്തുവിന്റെ അനുയായിയായി ഈ പ്രിയപ്പെട്ടവരും മാറ്റപ്പെടുവാനിടയായി തീർന്നു എന്നുള്ള വ്യക്തമായ സത്യമാണ് ഈ പ്രഭാതത്തിൽ ദേശനിവാസികൾ കേൾപ്പാനിടയായി തീർന്നത്. ഇവിടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന എന്റെ പേര് ശിഹാബുദ്ദീൻ എന്നാണ്. കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്മന്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഒരു മുസ്ലിം കുടുംബത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും 3 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു വളർത്തപ്പെട്ടു. 24 വയസ്സുവരെ ഇസ്ലാമത വിശ്വാസപ്രകാരം ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ, സക്കാത്ത്, നൊയമ്പ്, നമസ്കാരങ്ങളുമൊക്കെയായി ജീവിച്ചിരുന്ന ശിഹാബുദ്ദീൻ സ്വസ്ഥത ലഭിക്കാതെ, സമാധാനമില്ലാതെ, ഒരു രാത്രികാലം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ വണ്ണം നിരാശയിൽ അകപ്പെട്ട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് പകലിലും ഈ ദേശനിവാസികളോട് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിത്യരക്ഷയെ കുറിച്ച് സംസാരിപ്പാൻ കടന്നു വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 24 വയസ്സ് വരെ ഇസ്ലാമത വിശ്വാസപ്രകാരം ജീവിച്ചിരുന്ന ശിഹാബുദ്ദീന് മനസ്സിലായി, എന്റെ പുണ്യപ്രവർത്തികൾക്കൊന്നും എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല. എന്റെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്നും പഞ്ഞുപോലെ മൃദുലമാക്കാമെന്നും പറഞ്ഞ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൽ മാത്രമാണ് മാനവരാശിക്ക് രക്ഷയെന്ന് മനസ്സിലാക്കിയ ശിഹാബുദ്ദീൻ യേശു എന്ന രക്ഷിതാവിനെ ഹൃദയം കൊണ്ട് നീതിക്ക് വേണ്ടി വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഏറ്റുപറഞ്ഞ് ഒരു ദൈവ പൈതലായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ള ഒരു മഹാഭാഗ്യമാണ് എന്റെ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഇന്ന് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഈ ക്രിസ്തുവിന്റെ സാക്ഷിയായി ഈ ദേശത്ത് വന്ന് നിൽക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു പ്രിയമുള്ളവരെ. കാരണം എന്താണെന്നറിയാമോ, ഈ ലോകത്തിൽ അനേക ചരിത്ര പുരുഷന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവരിലൊക്കെ നിക്ഷിപ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്നും അവർ കാലയവനേക്കുള്ളിൽ അവയെ അടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു എന്ന രക്ഷിതാവ് കാലചരിത്രത്തെ തന്നെ രണ്ടായി വേർതിരിച്ച, AD എന്നും BC എന്നും വേർതിരിച്ച കാലചരിത്ര പുരുഷനായിരിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശനിവാസികളോട് വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയ സജു ശശിധരനിലൂടെ നാം ഇവിടെ കേട്ടു, യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ദൈവമല്ല, മുസൽമാന്റെയും ഹിന്ദുവിന്റെയും സിഖുകാരന്റെയും പാർസിയുടെയും ബുദ്ധമതസ്ഥന്റെയും യഹൂദന്റെയും യമനന്റെയും അങ്ങനെ സകല മാനവരാശികളെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ താൻ ദൈവമായിരിക്കെ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണ ഭൂമിയിലേക്ക് അവതരിച്ച ഒരു ലോക രക്ഷിതാവാണ് ഈ ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. ഏതെങ്കിലും മനുഷ്യൻ ആരാധിച്ചിട്ട് ദൈവമാക്കിയവനല്ല, സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ ലോകത്തിൽ അവതരിച്ചു. എന്തിനു വേണ്ടി എന്നറിയണ്ടേ? ലോകമാനവരാശികളുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ.
എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ ഇന്ന് വിളിച്ചു പറയുന്നു, നമ്മുടെ പുണ്യപ്രവൃത്തികളൊന്നും നമ്മെ രക്ഷിപ്പാൻ പര്യാപ്തമായ കാര്യമല്ല. നാം നേർച്ചകൾ കഴിക്കാം, യാഗങ്ങൾ കഴിക്കാം, ഹോമങ്ങൾ കഴിക്കാം, ആടിനെ വെട്ടാം, കോഴിയെ വെട്ടാം, കാളയെ വെട്ടാം. അങ്ങനെ എന്തൊക്കെ പുണ്യപ്രവൃത്തികൾ നാം ചെയ്താലും നമ്മുടെ പാപത്തിന് അത് പരിഹാരമാകുകയില്ല. പാപിയായിരിക്കുന്ന മനുഷ്യനെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ ലോകത്തിൽ അവതരിച്ചൊരു രക്ഷകനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സജു ശശിധരനും ശിഹാബുദ്ദീനും ചേർന്ന് തോളോട് തോൾ ചേർന്ന് ഇന്ന് വിളിച്ചു പറയുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് നസ്രയത്തുകാരനായ യേശു ക്രിസ്തു എന്ന നാമമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ രക്ഷയുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ നിരാശയും ഭാരവും പേറി ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്ന ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മഹത്യ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ആത്മഹത്യ നിങ്ങളെ നിത്യനാശത്തിലേക്ക് എത്തിക്കുമ്പോൾ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങളെ നിത്യപരദീസിൽ നിത്യ സ്വർഗരാജ്യത്തിൽ എത്തിക്കാമെന്ന് അവൻ ദൈവം വ്യക്തമായി വാക്ക് പറഞ്ഞിരിക്കുക. വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഈ ലോകത്തിൽ അവതരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാ. പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് പാപത്തിന് അവൻ പരിഹാരം വരുത്തുവാൻ ലോകരക്ഷിതാവ് ഭൂമിയിൽ അവതരിച്ച് റോമാ ഗവൺമെന്റിന്റെ ചാട്ടവരടിയേറ്റ് മുൾക്കിരീടം ഏറ്റുകൊണ്ട് 80 കിലോയോളം വരുന്ന പച്ച പൈൻ മരക്കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് റോമാ ഗവൺമെന്റിന്റെ പടയാളികളെ ചാട്ടവരടിയേറ്റ് വീണ് വെടിതേറ്റും യഹൂദ മുതൽ ഗോൽഗോഥ വരെ അവൻ നടന്നു കയറി കാൽവറിയുടെ കൊലക്കളത്തിൽ പച്ച പൈൻ മരക്കുരിശിൽ 3 കാരിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ടവനായി സ്വന്തം അവൻ തോളിൽ തലചായിച്ചുകൊണ്ട് സകലവും നിവർത്തിയ എന്ന് പറഞ്ഞ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു സകല മാനവരാശിയുടെയും പാപത്തിനുള്ള യാഗം ആ കാൽവറി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു യാഗവും ലോക മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ശേഷിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഈ പകൽക്കാലം ഞങ്ങൾ പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതല്ല. അത് നമ്മളെ നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാക്കി മാറ്റുന്നതാ. നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം തരാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു എന്ന ദൈവം ഇതാ വേഗം വരാൻ പോകുന്നുവെന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായി പറയുന്നു, ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ കരങ്ങളിൽ ഉണ്ടെന്ന് യേശു എന്ന രക്ഷിതാവ് വ്യക്തമായി പറയുമ്പോൾ ഈ ലോകത്തെ സംഭവങ്ങൾ നമ്മളെ വിളിച്ചു കാണിക്കുന്നത് അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അവൻ വാതിൽപ്പടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ഹിന്ദു സഹോദരങ്ങളായിരിക്കാം, മുസ്ലിങ്ങളായിരിക്കാം, ഒരുപക്ഷെ ക്രിസ്തീയ വിവിധമാകുന്ന സഭകളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുക. അതിന് നിങ്ങൾ ചില്ലറ പൈസ മുടക്കണ്ട, നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കണ്ട, നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കണ്ട, ചെരുപ്പിടാതെ കിലോമീറ്ററുകൾ നടക്കണ്ട, ഹോമം നടത്തണ്ട, യാഗം നടത്തണ്ട. നിങ്ങൾ തെർമോക്കോളിൽ ഉണ്ടാക്കിയ ക്രൂശിന്റെ ചിഹ്നം ചുമന്നുകൊണ്ട് തിരുവീതികളിലൂടെ നടക്കണ്ട. ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാതാരവിന്ദങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാൽ, യേശുവേ ഞാനൊരു പാപിയാണ് എന്ന് ആ ദൈവത്തോട് നിങ്ങളൊന്ന് പറയുവാൻ തയ്യാറായാൽ, നിന്റെ രക്താംബരം പോലെ കടിച്ചുവപ്പായ പാപങ്ങളെയും ഹിമം പോലെ വലിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന യേശു എന്ന ആ രക്ഷിതാവ് നിന്നെ രക്ഷിപ്പാൻ ഇടയായി തീരും. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത വ്യക്തിയാ. എന്തിനെന്നറിയാമോ? എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഞാൻ 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്തിട്ടും എന്റെ പാപത്തിന് പരിഹാരം വരാതെ വന്നപ്പോൾ, ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, ലോകത്തിന്റെ നേതാവായിരിക്കുന്ന, ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന, പ്രജാപതിയായിരിക്കുന്ന യേശു എന്ന രക്ഷിതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാ. ഇന്നും ഞാൻ ആ യേശുവിന്റെ സാക്ഷിയായി നിങ്ങളുടെ മധ്യ നിൽപ്പാനിടയായി തീർന്നത്. ഞാൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനങ്ങൾക്കോ മതതത്വ സംഹിതകൾക്കോ ഒരു മതഗ്രന്ഥങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ ഒരു തത്വ സംഹിതകൾക്കോ എന്നെ രക്ഷിപ്പാൻ കഴിയാതെ എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ എന്നെ രക്ഷിച്ചെടുത്ത ഒരുവനുണ്ട്. സജു ശശിധരനെ രക്ഷിച്ചെടുത്ത ഒരുവനുണ്ട്. സേവ്യർ കൊട്ടാരക്കരെ രക്ഷിച്ചെടുത്ത ഒരുവനുണ്ട്. ഇവിടെ നിൽക്കുന്ന അജയനെ രക്ഷിച്ചെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമമാ ലോകരക്ഷിതാവായിരിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു എന്ന നാമം. ഇന്ന്
വ്യക്തിയെ ക്രിസ്ത്യാനി മാർഗത്തിൽ കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഞങ്ങളൊക്കെ വിവിധമാകുന്ന വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നവരാ. പക്ഷേ യേശുവിന്റെ വെളിപ്പാട് ഉള്ളിൽ കടന്നു വന്നപ്പോൾ, യേശുവിന്റെ സ്നേഹം ഉള്ളിൽ നിറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് യേശു എന്ന രക്ഷിതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ആ യേശുവിലല്ലാതെ മാനവരാശിക്ക് ഒരു രക്ഷയുമില്ല എന്ന് ഞങ്ങൾ നിങ്ങളോട് വ്യക്തവും ശക്തമായി ഇന്ന് പകൽക്കാലം പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്രിസ്ത്യാനി മതത്തിലേക്ക് ചേർക്കുന്ന ഒരു സംരംഭമല്ല. യേശു എന്ന ആ മാർഗത്തെ പിന്തുടരുന്ന സംരംഭമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ പറയുന്നു, നിങ്ങൾ എന്തൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്താലും, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരത്തില്ല. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയുന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ഒരു നിമിഷം ആ രക്ഷിതാവിന്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് സമർപ്പിക്കാമോ? എന്നിട്ട് എന്നോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് അവിടുന്ന് 2023 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി മാറിയ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഒരു ദൈവവിധലാക്കി മാറ്റണമേ എന്ന് ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ക്രിസ്തുവിന്റെ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഇത് ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങൾ വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിലും മാറ്റമില്ലാത്ത നിത്യരക്ഷയുടെ സന്ദേശവുമായി ഞങ്ങൾ നിങ്ങളുടെ മധ്യേ കടന്നു വന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുവല്ലാത്തവൻ നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള ദൈവഭക്തൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനായി സജു ശശി തന്നെ ഈ തരുണത്തിൽ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് ഈ ദേശത്ത് കടന്നു വന്ന് ഹല്ലേലൂയ അങ്ങയുടെ സത്യസുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ സ്വർഗത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ സുവിശേഷ വിളംബരത്തെ കേൾക്കപ്പെട്ട ഈ ദേശത്തുള്ള ദേശനിവാസികളെ അവിടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കേട്ടതവർക്ക് ഗുണമായി തീരുവാൻ സ്വർഗമിടയാക്കണം. കർത്താവെ, ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ ദൈവം കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദേശനിവാസികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെ ശ്രമിച്ച ആരെങ്കിലും കർത്താവെ രോഗത്തോടോ ഭാരത്തോടോ കർത്താവെ ഒക്കെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത ഹൃദയങ്ങൾക്ക്, ഏറ്റെടുത്ത ജീവിതങ്ങൾക്ക് ഒരു വിടുതലായ ആശ്വാസമായി തീരുവാൻ സ്വർഗം കൽപ്പിക്കുമാറാകേണ്ടതിനായ ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെയും ഞങ്ങളുടെ യാത്രകൾ ദിവസം പൂർണ്ണിക്കും. പ്രാർത്ഥന കേട്ടവയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.